അമേരിക്കയുടെ വ്യവസായി മാർട്ടി ഡേവിസ് അദ്ദേഹം പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ ഭയക്കണം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആട്ടും തോലിട്ട ചെന്നായാണ്. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യും. അത്തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അമേരിക്കയെ പോലും ഭയക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കയെ പോലും മറികടക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. Modi is a wolf in sheep's clothes. And in my opinion, and India is the next China. അത് 1-2 ഉദാഹരണങ്ങളുണ്ട്. സിനിമ അത് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ പറയുമ്പോൾ അയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. നമ്മൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, യുദ്ധം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് യുദ്ധം തുടങ്ങിയ രാജ്യത്ത് ഇസ്രായേൽ അദ്ദേഹം പോയി. അല്ലെങ്കിൽ അത് നമുക്ക് പോകേണ്ട നമ്മുടെ രാജ്യം, നമുക്ക് വേണ്ടപ്പെട്ട രാജ്യം. യുദ്ധത്തിന് തൊട്ട് മുമ്പ് ഇസ്രായേൽ അദ്ദേഹം പോയി. ഇസ്രായേലിന് ആ രാജ്യത്തോട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ നിലപാട്, ഇറാനുമായിട്ടുള്ള നിലപാടിനകത്ത് ലോകരാജ്യങ്ങൾ മൊത്തം എതിരായിരുന്നു. അല്ലെങ്കിൽ പാലസ്തീൻ്റെ നിലപാടിനകത്ത് ലോകരാജ്യങ്ങൾ മൊത്തം ഹമാസ്. അപ്പോൾ ആ സമയത്ത് ആരും അംഗീകരിക്കാനില്ലാത്ത അമേരിക്കയ്ക്ക് നിന്ന് കൊടുത്തേ ഒക്കത്തുള്ളൂ. അമേരിക്കയുടെ ഇസ്രായേലുമായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്ക നിന്നില്ലെങ്കിൽ, നമ്മൾ പറയുമ്പോൾ അമേരിക്ക വലിയ രാജ്യവും വലിയ സമ്പന്നവും ഏറ്റവും വലിയ പ്രതിരോധ രാജ്യവും ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യവും ഒക്കെ ആണെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ നമ്മൾ പറയുന്നത് 4 തൂണേലായി വലിയ കൊട്ടാരം നിൽക്കുന്നതെന്ന് പറയുന്നതൊക്കെയാണ് ഇസ്രായേൽ. ഇല്ലെങ്കിൽ അമേരിക്ക നിലനിൽപ്പില്ല. അപ്പം ഇസ്രായേലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്കയ്ക്ക് നിന്നേക്കും, അല്ലെ പരസ്പരം ആരെയും. അപ്പം അമേരിക്ക ഒഴിച്ച് ബാക്കി ലോകരാജ്യങ്ങൾ, അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഇന്ത്യ അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾക്കൊക്കെ ഒരു നടക്ക് തള്ളിപ്പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇസ്രായേലിനെ മാറി. അതിനുശേഷം യുദ്ധം നടന്നതിന് ശേഷം നമ്മളിപ്പം ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തെ ഇവിടുത്തെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഭയങ്കര പ്രതിഷേധം, അതിനകത്ത് പ്രതിഷേധിക്കണ്ടേ, അതിന് കപ്പൽ അത് നമ്മുടെ ഭാഗത്തല്ലേ. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ മറുപടി പറയാതിരുന്നിട്ട് നമ്മൾ സമയോചിതമായിട്ട് വളരെ ആലോചിച്ച മറുപടി പറയണം. ഖമേനിയുടെ ഇന്നലെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് മിസ്രി. എന്നിട്ട് നമ്മളുടെ ജയശങ്കർ അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് അതിനകത്ത് കാര്യവും പറഞ്ഞിട്ടുണ്ട്. കപ്പൽ മുക്കിയതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കപ്പൽ മുക്കിയത് നമ്മുടെ ഭാഗത്ത് വെച്ചല്ല, അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടറി വെച്ചല്ല, എന്നെങ്കിൽ പോലും നമ്മുടെ ഈ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അതിനകത്ത് സഹായമായി എത്തിയിരുന്നു. രണ്ടാമതൊരു കപ്പൽ കൂടി ഉണ്ടായിരുന്നു പോലും. അതിനെ രക്ഷിച്ചു വിട്ടത് ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടാണ്, ഇറാൻ്റെ. അപ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, മോദി എടുത്ത് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കൂടെ കാണുമെന്നാണ്, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ഞങ്ങളുടെ കൂടെ കാണുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത്. അപ്പോൾ ഇസ്രായേൽ സുഹൃത്തായി, ഇറാൻ സുഹൃത്തായി. ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന GCC രാജ്യങ്ങളിൽ മൊത്തം മോദി വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി വിളിച്ചു, ക്ഷേമങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് നമ്മുടെ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. നമ്മുടെ 1 കോടിയോളം ആൾക്കാരുണ്ടല്ലോ, അവിടുന്ന് അതിനനുസരിച്ച് അതിനുശേഷം അവിടുന്ന് ആൾക്കാരെ കയറ്റി വിട്ടു തുടങ്ങി. പക്ഷേ ഒരു കാര്യം നമ്മൾ UAE അടുത്ത് മാത്രമേ നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചുള്ളൂ, പരസ്യമായിട്ട് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ കേട്ടിട്ടില്ല, നമ്മുടെ പ്രസ്താവനയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ വളരെ വിദഗ്ധമായിട്ടുള്ള നയതന്ത്രം. ഇനി ഏറ്റവും അവസാനം ഏറ്റവും വലിയൊരു പൊള്ളത്തരം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പൊളിച്ചു. 8 കാലി മൂഞ്ഞാണെന്നുള്ള വീണ്ടും തെളിയിച്ചിരിക്കുക. നമ്മൾ ഇന്നലെ മേടിച്ചു റഷ്യയുടെ നിന്ന്, നാളെ ഏപ്രിലേക്കുള്ളത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ മേടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇയാളുമായിട്ടുള്ള വ്യാപാര കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇവിടെ ഓരോരുത്തർ കിടന്ന് ചാടുന്ന പോലെയല്ല, അത് ഒപ്പിടണമെന്നുള്ള കാര്യം അമേരിക്ക വന്നിരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ചാൽ ഇനി ഒപ്പിടത്തുള്ളൂ. ആണ് നമുക്ക് അതിൻ്റെ കാര്യമെല്ലാം തെളിയിച്ചു കൊടുത്തു. അപ്പോൾ റഷ്യ എണ്ണ മേടിക്കുന്നത് നിർത്തി. റഷ്യ എണ്ണ മേടിക്കത്തില്ല. കഴിഞ്ഞ ദിവസം റഷ്യ എണ്ണ മേടിച്ചോളാൻ, അല്ലെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കഴിയുമ്പോൾ പറയാം, ഞാൻ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. ഇതാ ഇയാൾ. അപ്പം ഇയാളെ പറ്റി ഇങ്ങനെ പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ അയാളെ പറ്റി ബോധ്യമുണ്ടായത്, ട്രംപിനെ പറ്റി ബോധ്യമുണ്ടായതുകൊണ്ടായിരിക്കും ഈ പറയുന്ന വ്യവസായി, ദീർഘവീക്ഷണമുള്ള പലരും ഉണ്ടല്ലോ അമേരിക്കയിൽ. അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ നിലനിർത്ത് കാണരുത്, ഇന്ത്യയോട് അങ്ങനത്തെ ബന്ധമല്ല നമുക്ക് വേണ്ട, ഇന്ത്യയോട് നല്ല ബന്ധം വേണം, ആ ബന്ധം തുടർന്നു കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. ഇന്ത്യയുടെ ഒരു അവസ്ഥ ഇപ്പോഴിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തപ്പോൾ അവസാനം ഇന്ത്യയോട് അടിയോട് പറഞ്ഞല്ലോ, ഇനിയെങ്കിലും തിരിച്ചറിയൂ മോദി എന്നുള്ളതായിരിക്കും. Modi is a wolf in sheep's clothes. And in my opinion, and India is the next China. ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ഭീഷണിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ട്രംപിന് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. പക്ഷെ നമ്മൾ നേരിട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ടോ അല്ലെങ്കിൽ ചൈനയുമായിട്ടോ ബ്രിട്ടനുമായിട്ടോ ഒന്നും തന്നെ ഒരു സംഘർഷത്തിനോ ഒരു സ്പർദ്ധയ്ക്കോ പോകാറില്ല. നമ്മൾ വളരെ നയത്തിലാണ്. ഇപ്പോൾ ഈ മാർട്ടി ഡേവിസ് എന്ന് പറയുന്നത് കാംബ്രിയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ്, ഒപ്പം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഈ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം
കാര്യം മനസ്സിലാക്കി. അദ്ദേഹം ഈ ചൈനയാണ് അമേരിക്കയ്ക്ക് ഈ ബിസിനസ് രംഗത്ത് വലിയ ഭീഷണി എന്ന് മനസ്സിലായി. ഇതിൻ്റെ കാരണം ഇപ്പോൾ അവിടുത്തെ ഫോക്സ് ടി വി ഉണ്ട്. ഫോക്സ് ടി വിയിൽ ഒരു ഇൻ്റർവ്യൂവിന് ഇയാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ് ചൈനീസ് പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ, എങ്ങനെയുണ്ട് അവരെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. പക്ഷെ അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭയങ്കര ബുദ്ധിമാനാണ്. കാരണം ആട്ടിൻ തോലിട്ട ഒരാളെ പോലെയൊക്കെ എന്ന് വെച്ചാൽ നല്ല സൗമ്യമാണ്, പാവമാണ്. പക്ഷെ ആള് ഭയങ്കര ടെററാണ്. ഇതാണ് പറയുന്നത്. ഇത് ഇയാൾ പറയുന്നതല്ല. അതായത് ഒരു കാലത്ത് ഈ പറയുന്ന മോദി ഇന്ത്യയെ ഒരു രാജ്യം ആക്രമിക്കാനായിട്ട് പോകുന്നു. ഇത് വളരെ പെട്ടെന്ന് ട്രംപ് അറിയുന്നു. ട്രംപിന്റെ ഒന്നാമത്തെ അധികാര സമയത്താണ്. അന്ന് ട്രംപ് മോദിയെ വിളിച്ചു പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങളെ ഇതുപോലെ ഒരു രാജ്യം ആക്രമിക്കാൻ പോകുന്നു, ഞാൻ ഇടപെട്ട് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മോദി പറഞ്ഞു, വേണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ രാജ്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മോദി കാണിച്ചു കൊടുത്തു. അന്നാണ് ട്രംപ് പറയുന്നത് മോദി ഭയങ്കര ടെററാണ്. ഇതിനകത്ത് ഒരു ശകലം ഇതിനകത്തൊരു ഇതുണ്ട്. ഇതിനകത്ത് നമ്മൾ ചതി ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കാരണം ഈ നമ്മുടെ ആ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ്. സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം അഭിജിത് വർത്തമാൻ അവിടെ വീണുപോയല്ലോ, അത് പിടിച്ചല്ലോ, പാകിസ്ഥാൻ പിടിച്ചല്ലോ. അതിന് നമുക്ക് വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം ശരിക്കും പറയാൻ നമ്മൾ അന്നും വിചാരിച്ചിരുന്ന ട്രംപ് അമേരിക്ക നമ്മുടെ കൂടെ ആണെന്നാ. പക്ഷെ നമ്മൾ ആ തെറ്റിദ്ധാരണയിൽ നിന്നു. അപ്പം ഇങ്ങനെ ഒരുക്കി നിർത്തിയിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ യുദ്ധം നിർത്തിയ ഞാനാണ്, അന്നും പറഞ്ഞ രക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് ഫ്രണ്ടിനെ വിളിച്ചപ്പം മോദിയുടെ യഥാർത്ഥ അന്ന് പറഞ്ഞ പിറ്റേ പ്രാവശ്യത്തെ ഇലക്ഷനാ പറഞ്ഞു യഥാർത്ഥ മുഖം ഞാൻ കണ്ടു മോദിയുടെ. ആ ട്രംപ് പറഞ്ഞതൊക്കെ കേട്ടില്ല. എന്തോ ഇവിടെ ഇവര് തരത്തിലെന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മൾ ഒരുങ്ങി. ഈ ഇസ്രായേലിന്റെ മൊത്തം വ്യോമ സംവിധാനവും നമ്മൾ ഒരുങ്ങി. അപ്പം രാത്രിയിൽ ഇദ്ദേഹം വിളിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇത് അറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ വിളിച്ച് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞത്, എന്നാൽ പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്ന പോലെ സംഭവം അങ്ങോട്ട് ട്രംപ് പറഞ്ഞു അവനെ ഞങ്ങൾ അടിച്ചു തീർത്തിരിക്കും. അപ്പോഴത്തേനും വിളിച്ച് പാകിസ്ഥാൻ അടുത്ത് പറഞ്ഞു, അപകടമാണ്, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്, നിങ്ങൾ വിട്ടുകൊടുത്തേര്. അന്നാണ് യഥാർത്ഥത്തിലുള്ള നരേന്ദ്രമോദിയെ ട്രംപ് തിരിച്ചറിയുന്നത്. മനസ്സിലാവുന്നില്ല, ട്രംപ് അന്നും ട്രംപിന്റെ ബുദ്ധി ഈ ട്രംപ് നോക്കി. കാരണം ഞാൻ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അന്ന് അമേരിക്ക സഹായിച്ചു എന്ന് വരുത്താൻ നോക്കി, പക്ഷെ അത് അനുവദിച്ചില്ല. ഇപ്പൊ രണ്ടാമത് ഇതിന് ശ്രമം നടത്തി അനുവദിച്ചില്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. ഇയാൾക്ക് എന്തും പറയാമല്ലോ, അല്ലെങ്കിൽ ഇയാൾക്ക് അതിനുള്ള ലൈസൻസ്. കാര്യമുണ്ട്, നമ്മൾ അയാളെ പൊട്ടനായിട്ടാണ് കാണുന്നത്. അയാള് പൊട്ടനല്ല, അയാൾ വലിയ ബുദ്ധിമാനാ. സിനുജി, അയാൾ ബുദ്ധിമാൻ അല്ലെങ്കിൽ അയാൾ ലോകത്തെ ഇത്രയും വലിയ കോടീശ്വരനാവൂ, ഇത്രയും വലിയ ബിസിനസ്സുകാരനാവും. 2 പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റ് ആവും അയാൾ. ഇപ്പൊ തന്നെ ഇറാൻ വിചാരിച്ചു ഈ വെടുവ എന്തെന്ന് പറയില്ല, അടിക്കും, ചർച്ച എന്ന് പറഞ്ഞാൽ എന്തിനറിയാം. ഇസ്രായേൽ പറഞ്ഞു ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചടിക്കണം, തീർത്തടിക്കണം, അല്ലെങ്കിൽ ഇന്നാളി പറ്റിയ പോലെ അബദ്ധം പറ്റരുത്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം അന്നേരം, അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അതുവരെ ഇങ്ങനെ നിർത്തം എന്ന് പറഞ്ഞു നിർത്തി അടിച്ചു. ഇതാ സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ ട്രംപ് വന്നിച്ച് പറയുകയാണ്, ഞാൻ ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞു റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചു, അതുകൊണ്ട് നമ്മൾ മേടിക്കുന്നു. സത്യത്തിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നത് നിർത്തിയിട്ടൊന്നുമില്ല, മേടിക്കുന്നതിൻ്റെ അളവ് കുറച്ചു. കാരണം വെനസ്വേലയിൽ നിന്ന് കൂടെ നമ്മൾ എണ്ണ മേടിക്കണമായിരുന്നു, കാരണം അമേരിക്കയെ പിണക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എണ്ണ മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് പോകുന്ന കപ്പൽ വരെ തിരിച്ചു വിട്ടിട്ട് നമ്മൾ മേടിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന മാർട്ടി ഡേവിസ് പറയുന്നതിനനുസരിച്ച് ഒരു കാര്യം, ഈ ചൈനയെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റിയത് അമേരിക്ക. കാരണം 1980-കളിൽ റഷ്യയുമായിട്ട് ചൈന ഭയങ്കര അടുത്തേക്കാം. ആ റഷ്യയിൽ നിന്ന് ചൈനയെ അടർത്തി മാറ്റാൻ വേണ്ടി അമേരിക്ക പറഞ്ഞു, ഞങ്ങളുടെ കമ്പനികളൊക്കെ നിങ്ങളുടെ നാട്ടിൽ പ്രൊഡക്ഷൻ നടത്താം, കാരണം അവിടെ ചീപ്പ് ലേബേഴ്സിനെ കിട്ടും, ജനസംഖ്യ കൂടുതലാണ്, എന്ത് പണിയും ചെയ്യും. അങ്ങനെ ചീപ്പ് ലേബേഴ്സിനെ ഉപയോഗിച്ച് അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ മാർട്ടി ഡേവിസ് പറയുന്നു നാളത്തെ ചൈനയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടേക്ക് വളർന്നു വന്നു, ഇന്ത്യ വലിയൊരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറുന്നു. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യമായിട്ട് തോളിൽ കൈയിട്ടിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് ശത്രുക്കളായി മാറി. ഇപ്പം ബ്രിട്ടൻ അമേരിക്കയുടെ ഒരു നീഡലായിട്ട് നടന്ന, ബ്രിട്ടൻ ഭയങ്കര ശത്രുവാണ്. ഫ്രഞ്ച് പ്രസിഡന്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇമാനുവൽ മാക്രോണിന് ഈ ട്രംപിനെ കണ്ടുകൂടാ. ഇതാണ് അവസ്ഥ. എന്ന് പറയുന്നത് ഇന്ത്യയിൽ നാളെ ഒരു ശത്രുവായിട്ട് മാറും. അതായത് ഇപ്പോൾ പരസ്പരം സഹകരണമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ലോങ് ടേം ബന്ധമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയെ വെല്ലുവിളിക്കും. അതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ, ഇപ്പോൾ ഈ ആപ്പിൾ പോലുള്ള കമ്പനികൾ നിക്ഷേപം നടത്തുന്നതൊക്കെ പറയില്ലേ, ഇതിൻ്റെ പ്രധാന കാരണം ഇതാ. ട്രംപിന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം.
അപ്പോൾ ഈ ബിസിനസ്സുകാരൻ പറയുന്നത് ഇന്ത്യ വളരെ തന്ത്രപരമായിട്ട് നയപരമായിട്ടാണ് കാര്യങ്ങൾ ഇടപെടുന്നത്. ഇന്ത്യ ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് മുന്നേറി, സൈനിക രംഗത്ത് മുന്നേറി, ഈ മുന്നേറുന്നതൊക്കെ വെച്ചിട്ട് നാളെ ചൈനയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഇയാളുടെ ചോദിച്ചപ്പോൾ ഈ ചൈനയെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞ് ചൈന നമ്മളെക്കാട്ടിയും കൂടുതൽ പ്രൊഡക്റ്റീവാണ്. ഇപ്പം അമേരിക്ക ഒരു ഡ്രോൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു മിസൈൽ ഉണ്ടാക്കുന്നു. ആ ഒരു ഡ്രോണും ഒരു മിസൈലും ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ചൈന ഒരു 100 ഡ്രോണും ഉണ്ടാക്കും, 50 മിസൈലും ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി, ഇഷ്ടം പോലെ സാധനം ഉണ്ടാക്കിയെടുക്കാം. അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ഇതുകൊണ്ട് ചൈന ഭീഷണിയാണെന്ന് വെച്ചാൽ അപ്പം ചൈന അത്രയ്ക്ക് ഇത്രയും ഭീഷണിയുള്ളൂ. കാരണം അവരുടെ കയ്യിൽ ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഉള്ളൂ. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള രാജ്യം, വളരെ സൂക്ഷിക്കണം. അപ്പോൾ ട്രംപിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇന്ത്യയും കാണുന്നത്, അതുപോലെ തന്നെ മോദിയെ വിചാരിക്കുന്ന പോലെ അല്ല അമേരിക്കയും കാണുന്നത്. ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത്, ഇന്ത്യ ഭാവിയിലേക്ക് ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഉണ്ടാകും, ഒരു സാമ്പത്തിക ഇടനാഴി. ഈ സാമ്പത്തിക ഇടനാഴി ഉണ്ടായാൽ അതിൻ്റെ ഗുണം അമേരിക്കയ്ക്കും കിട്ടും. അതുകൊണ്ട് അവർ മിണ്ടാതെ നിൽക്കുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം വേണം. മാത്രമല്ല ഈ അമേരിക്കൻ ജനത എന്ന് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർക്കാണ് ഈ ചൈനീസ് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ട്രംപ് അവർക്ക് ഈ തീരുവയൊക്കെ ചുമത്തി പേടിപ്പിച്ചപ്പോൾ അവർ പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കുന്നത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. കാരണം ഈ 2 ഏഷ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ എവിടെയും ചൈനയ്ക്ക് പകരക്കാരനായിട്ട് ഇന്ത്യ വരും എന്നുള്ളത് ഇവർക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നു. മാത്രമല്ല ഇന്ത്യ എല്ലാ മേഖലയിലും ഇപ്പോൾ വളർച്ച പ്രാപിക്കുന്നത് നാളെ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമെന്ന് പറയുന്നു. അപ്പോൾ ട്രംപിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം, ഇന്ത്യ വളർന്നു വന്നാൽ ചൈന എങ്ങനെയാണോ ഭീഷണിയാകുന്നത് അതിന് സമാനമായി ഭീഷണിയാകും. ഇപ്പം ചൈനയ്ക്ക് ഈ അമേരിക്കയാണ് ബിസിനസ് ചെയ്യാനുള്ള സഹായം കൊടുത്തത്, അവിടുത്തെ കമ്പനികളെ അയച്ചത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൈന സാമ്പത്തികമായിട്ട് വളർന്നു, അവർ സൈനികപരമായിട്ട് വളർന്നു. എന്നിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. നാളെ ഇന്ത്യയും ഇതുപോലെ വെല്ലുവിളിക്കും. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയക്കണം. ഇപ്പം ട്രംപ് പറഞ്ഞിട്ടൊന്നുമല്ല റഷ്യയുടെ എണ്ണ മേടിക്കുന്നത്, അവർ കൃത്യമായിട്ട് എണ്ണ മേടിച്ചിട്ട് പോകുന്നുണ്ട്. അവരുടെ പണി ഇതാണ്. മാത്രമല്ല ഒരു രാജ്യത്തിനടുത്ത് ഇന്ത്യ പോയി യുദ്ധം ചെയ്യില്ല, വളരെ തന്ത്രപരമായിട്ട് നിൽക്കും. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി ഇടിക്കുന്നതാണ് കണ്ടത്. ശരിയല്ലേ? നമ്മൾ യുദ്ധം വേണ്ട, യുദ്ധം ചെയ്ത് സമാധാനം. പക്ഷേ ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞു നോക്ക്. നമ്മൾ വെളിയിലൊക്കെ പോയി സമാധാനം പറയും, നമ്മളടുത്തോട്ട് വരുമ്പോൾ ഒരു സമാധാനം. ഞാൻ നേരത്തെ പല ടോക്കിലും പറഞ്ഞിട്ടില്ല, പണ്ട് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു ചെള്ള അടിക്കുമ്പോൾ ഇപ്പുറത്തെ ചെള്ള കാണിച്ചു കൊടുക്കും. ഗാന്ധിയുടെ കാലത്തുള്ളൂ, മോദിയുടെ കാലത്ത് ഒരു ചെള്ളക്ക് അടിച്ചാൽ 2 ചെള്ളക്ക് പഠിക്കും, നടുവ് ചോട്ടി പഠിക്കും. അതെ. അപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വലിയ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ ഒരു ഫാക്ടറി ആയിട്ട് മാറുന്ന ചൈന ഒരു പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയായിട്ട് മാറും. ഇപ്പോൾ ഇയാൾ പറഞ്ഞത്, ഇപ്പോൾ ഈ മാർട്ടി ഡേവിസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ചൈന ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിനെ ഹൈജാക്ക് ചെയ്തതാണ്. ഇന്ത്യ ഹൈജാക്ക് ചെയ്യുന്നില്ല, ഇന്ത്യ പതിയെ പോവുകയാണ്. പകരം ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണ്, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ തയ്യാറാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ നിർമ്മിക്കും. കാരണം എന്താ അറിയുക, അവിടെ 95 ലക്ഷം ജനങ്ങളേ ഉള്ളൂ, ഇവിടെ 140 കോടി ജനമാണ്. അപ്പോൾ അവർ ടെക്നോളജി ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഫ്രാൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ടെക്നോളജി ഇവിടെ കുറഞ്ഞ വിലയ്ക്ക്? വേറെ കാര്യങ്ങളുണ്ട് സിനുജി. ഇതിനകത്ത് സിന്ധൂരിന് ശേഷം ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഇതിനകത്ത് പ്രൊഡക്ഷൻ എല്ലാം ഇവിടെ വെച്ച് നടത്തുമ്പോൾ നമ്മുടെ ആയുധങ്ങൾ ലോകത്തിൽ ആൾക്കാർക്ക് വിശ്വാസമായി, വരുമാനം കൂടി. രണ്ടാമത് ഇപ്പം ഫ്രാൻസ് ഇവിടെ വെച്ച് നിർമ്മിക്കാന്ന് പറഞ്ഞു, ജർമ്മനി കപ്പൽ ഇവിടെ വെച്ച് നിർമ്മിക്കാന്ന് പറഞ്ഞു, റഷ്യ മൊത്തം ഇവിടെ നിർമ്മിക്കാന്ന് പറഞ്ഞു, ഇസ്രായേൽ ഇവിടെ വെച്ച് നിർമ്മിക്കാന്ന് പറഞ്ഞു. ഇതിനകത്ത് ലോക ജിയോ പൊളിറ്റിക്സ് വേറെ പ്രശ്നമുണ്ട്. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് പല രാജ്യങ്ങൾക്കും ആയുധം മേടിക്കാൻ പറ്റുന്നില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ മേടിക്കാം, ഇസ്രായേലിന്റെ ആയുധമാണെന്ന് അറിഞ്ഞാൽ പോലും മേടിക്കും. അല്ല, ഇസ്രായേൽ ടെക്നോളജി ആണ് അറിയാം, പക്ഷെ ഇസ്രായേലിന്റെ കയ്യിൽ നല്ലല്ലോ, ഇന്ത്യയുടെ ഇന്നലെ മേടിച്ചെന്ന് പറഞ്ഞ് മേടിക്കാം, മറ്റേ മേടിക്കും. അപ്പൊ അത് ഇസ്രായേൽ മനസ്സിലാക്കി. അപ്പം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട്. ഇന്ത്യയുടെ കെയർ ഓഫ് ഇന്ത്യയും കൂടെ നിന്ന് ഇപ്പൊ ഇസ്രായേലിനാണെങ്കിൽ ഇന്ത്യയുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആയുധം വയ്ക്കും, വിശ്വാസ്യതയുണ്ട്. റഷ്യക്കും അത് തന്നെയാണ്, ഫ്രാൻസിനും അത് തന്നെയാണ്, ജർമ്മനിക്കും അത് തന്നെയാണ്. അപ്പൊ ഇതാ പറഞ്ഞത് എല്ലായിടത്തും ഇതായി. അപ്പൊ ആയുധം ഇതേ രീതിയിൽ പോയാൽ ആയുധ കച്ചവടത്തിനകത്ത് ഏറ്റവും മുമ്പ് നിൽക്കുന്ന രാജ്യം ആരാ? അമേരിക്ക ഭീഷണി. മാത്രമല്ല ഈ അമേരിക്കയുടെ ധാരണ എന്ന് പറയുന്നത് ഇന്ത്യയെ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അമേരിക്കൻ ഭരണകൂടം പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. മോദി അതുകൊണ്ടാണ് ഡിയർ ഫ്രണ്ട് എന്ന് പറയുക. മോദി അതുപോലെ തോളിലൊക്കെ ഇടും, എന്നിട്ട് പറയും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല, കാര്യമൊക്കെ ഓക്കെയാണ് എന്ന് പറയുന്ന പോലെ പിടികൊടുക്കത്തില്ല ഇന്ത്യ. പിടികൊടുക്കാതെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇയാൾ പറയുന്നത് അനുസരിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ചൈനയായിട്ട് ഇന്ത്യ മാറും. അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അമേരിക്ക വളരെ തന്ത്രപരമായിട്ട്, ഇപ്പോൾ ട്രംപ് മാറി നാളെ അടുത്ത പ്രസിഡന്റ് വരും, മോദി മാറി അടുത്ത പ്രസിഡന്റ് വരും. പക്ഷേ കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അല്ലെ NDA സർക്കാർ ഇന്ത്യയെ ഒരു എന്താ പറയുക കോമ്പറ്റീറ്റീവ് രാജ്യമാക്കി മാറ്റി. അതായത് മത്സരിക്കാൻ കഴിയുന്ന രാജ്യം, അല്ലാതെ സുഹൃത്ത് രാജ്യമോ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല, അതിനപ്പുറത്തേക്ക് മത്സരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന രാജ്യമായിട്ട് മാറി. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ
പേടിക്കണമെന്ന് അമേരിക്കയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു പ്രമുഖ വ്യവസായ വിദഗ്ധൻ അയാൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആട്ടിൻതോലിട്ട് ചെന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. തന്ത്രശാലിയായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ചുമ്മാതെ അല്ല അമേരിക്ക മോദിയെ പേടിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ? ഉറപ്പായിട്ടും ഈ ഇത് ട്രംപിനും അറിയാം. ട്രംപ് പല അഭ്യാസം നടത്തി, എല്ലാ അഭ്യാസം കഴിഞ്ഞ് കീഴ് വന്നു. ഇപ്പം നമുക്ക് അടിയറവ് പറഞ്ഞ് നിൽക്കുന്നത് ട്രംപിന്റെ നിവർത്തികേട് കൊണ്ടാണ്. അവിടുത്തെ പണപ്പെരുപ്പം, അവിടുത്തെ സാമ്പത്തിക സെറ്റപ്പ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സാധാരണ എല്ലാവരും കോടീശ്വരന്മാരല്ല, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സാധനം മേടിക്കണം, സാധനം വേണം, മരുന്ന്. ഇപ്പൊ ഏറ്റവും അവസാനം ഇത് കേട്ടിട്ട് ഈ ട്രംപിന്റെ വാചകം കേട്ടിട്ട് പുടിയും ചിരിക്കുമായിരിക്കും. ആ ഉള്ളിയാരുടെ ഞാൻ പറഞ്ഞു കൊണ്ടുപോ എണ്ണ കൊണ്ടുപോ എന്ന് പറഞ്ഞ് പുടിയും ചിരിക്കുക, മോദിയും ചിരിക്കുന്നുണ്ടാവും. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.